പ്രവാസികളായ സഹോദരങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അവരുടെ മയ്യത്തുകൾ എംബാം ചെയ്ത് പെട്ടിയിലാക്കിയിട്ടാണ് നാട്ടിലേക്ക് അയക്കാറ്. മയ്യത്ത് കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എംബാം ചെയ്യുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ അത് പലപ്പോഴും ഗുണകരമാണെന്ന് ചില ആളുകൾ ചിന്തിച്ചാലും അതിനകത്തൊളിഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ മയ്യത്തിനെ എംബാം ചെയ്ത് പെട്ടിയിലാക്കുമ്പോഴുണ്ടാകുന്ന അപകടകരമായ ഒരവസ്ഥയെക്കുറിച്ച് ഒരു മുസ്ലിം സഹോദരൻ നല്ല വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സഹോദരന്റെ ചെറുപ്പകാലത്ത് ബന്ധുവായ സുലൈമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വാഹനാപകടത്തിൽ ഖത്തറിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. വിവരമറിഞ്ഞു വന്ന ബന്ധുക്കളിൽപ്പെട്ട ആളുകൾ ആ മയ്യത്ത് വീട്ടിൽ വരുന്നതുവരെ കാത്തിരുന്നു. മരണവാർത്ത അറിഞ്ഞ ഉടനെ കരഞ്ഞു തുടങ്ങിയവർ ക്ഷീണിച്ചു തുടങ്ങി. വീട്ടുകാരാവട്ടെ 3-4 ദിവസം മരണവീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഭക്ഷണവും ഒരുക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മയ്യത്ത് നാട്ടിലെത്തി. കരച്ചു നിർത്തിയവർ വീണ്ടും കരച്ചു തുടങ്ങി. അവസാനം മുറ്റത്ത് കെട്ടിയ താൽക്കാലിക പന്തലിൽ വെച്ച് ആ പെട്ടി തുറന്നു. വർഷങ്ങളിൽ ആണിയടിച്ചുറപ്പിച്ച പേരൊക്കെ എഴുതിയ വലിയ മരപ്പെട്ടി. അത് തുറന്നതും അതിനകത്തുനിന്നും വല്ലാത്തൊരു ഗന്ധം പുറത്തേക്ക് വന്നു. മയ്യത്ത് കാണാൻ ചുറ്റും കൂടുന്ന ജനങ്ങൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഉടൻ തന്നെ ആ മയ്യത്തിനെ മറമാടാൻ ചെന്നു. നീല കളറിലും അതുപോലെ ചീർത്തിട്ടുമൊക്കെ വല്ലാത്തൊരു രൂപത്തിലായിരുന്നു ആ മയ്യത്തിനെ അവർക്ക് കാണാൻ സാധിച്ചത്. എംബാം ചെയ്ത ഒരു മയ്യത്തിന്റെ പെട്ടി തുറന്ന സമയത്ത് ആ സഹോദരനുണ്ടായ ഒരു അനുഭവമാണിത് പറയുന്നത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. ഈ സഹോദരൻ ഗൾഫുകാരനായി മാറി. സാമൂഹിക രംഗത്ത് കുറച്ചൊക്കെ ഇടപെടുന്നതിനാൽ പലപ്പോഴും ഈ മയ്യത്ത് പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകേണ്ടി വന്നിട്ടുണ്ട്. മോർച്ചറിയിൽ നിന്ന് സ്റ്റീൽ ട്രെയിൽ വലിച്ചെടുത്ത് എംബാം ചെയ്ത് കുളിപ്പിച്ച് പെട്ടിയിലാക്കി കാർഗോയിൽ ഇദ്ദേഹം അയക്കാറുണ്ട്. ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകാമോ, അത് ശരിയാണോ എന്നൊക്കെ ഇദ്ദേഹം പല ഉസ്താദുമാരോട് അന്വേഷിച്ചിരുന്നുവെങ്കിലും ആരും അതൊന്നും വിട്ടു പറഞ്ഞിരുന്നില്ല. എന്തോ ശരികേട് ഉണ്ടല്ലോ എന്ന് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ തോന്നിയ ആ സമയം മുതൽ ഈ മനുഷ്യൻ കാര്യമായിട്ട് മയ്യത്ത് പാക്കിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഒരു ഉസ്താദ് അതിന്റെ ശരിയായ വിധി പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യന് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ മനസ്സിലായത്. അതായത് ഈ മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി ഇസ്ലാമിൽ അനുവദനീയമല്ല. വളരെ ദുർബലമായ ഒരു വീക്ഷണം മാത്രമാണ് ഈ കൊണ്ടുപോക്കിനെ ശരിവെക്കുന്നത്. അത് തന്നെ ഇവിടെ ബാധകവുമല്ല. ഇനി എന്താണ് എംബാം എന്ന് നമുക്ക് നോക്കാം. ഞരമ്പുകളിൽ നിന്നും സർജിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മയ്യത്തിന്റെ രക്തം ഊറ്റിയെടുക്കുകയും എന്നിട്ട് എംബാം രസലായനി ശരീരത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നതാണ് ഈ എംബാമിംഗ് എന്ന് പറയുന്നത്. ഇതിനായി മയ്യത്തിന്റെ കഴുത്തിന് ചേർന്നുള്ള ഞരമ്പോ, സ്ത്രീയാണെങ്കിൽ തുടഭാഗത്തുള്ള ഞരമ്പോ മുറിച്ച് അവിടേക്കൊരു ട്യൂബ് ഘടിപ്പിക്കുകയും ഒരു പമ്പ് വഴി രക്തമെടുത്തിട്ട് ഫോർമാൽഡിഹൈഡ്, ഗ്ലറ്റാർഡിഹൈഡ്, മെഥനോൾ, എഥനോൾ ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതിൽ എഥനോൾ എന്ന സാധനമാണ് ആൽക്കഹോൾ അഥവാ മദ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ മദ്യം ഹറാമായ ശരീരത്തിലേക്കാണ് മരണശേഷം മദ്യം ഞരമ്പുകൾ വഴി ഈ മനുഷ്യന്റെ ഇച്ഛ കൂടാതെ നാം അടിച്ചു കയറ്റുന്നത്. ഈ എംബാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കുറേ ഹറാമായ കാര്യങ്ങളുമുണ്ട്. മയ്യത്ത് നക്കല് ചെയ്യുന്നു. ജനാസ അടക്കുന്നത് താമസിപ്പിക്കുന്നത് അത് സുന്നത്തിന് എതിരാണ്. പലപ്പോഴും 5-6 ദിവസം വൈകിയാണ് മയ്യത്ത് നാട്ടിലേക്കെത്തുക. അതുപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ അനാവശ്യമായ മുറിവുകൾ ഉണ്ടാക്കുന്നത്, രക്തം പുറത്തെടുക്കുന്നത്, അന്യവസ്തു കയറ്റുന്നത്, ഇതെല്ലാം ഈ എംബാമിംഗ് ചെയ്യുന്ന സമയത്ത് മയ്യത്തിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഇനി നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീലിച്ച വികൃതമാക്കിയ മൃതശരീരങ്ങൾ കണ്ടതുകൊണ്ട് എന്ത് സംതൃപ്തിയാണ് ബന്ധുക്കളായ നമുക്കുണ്ടാവുന്നത്. പലരും ഈ പാക്കിംഗ് ഒരു വലിയ സൽക്കർമ്മവും പുണ്യപ്രവൃത്തിയുമായിട്ടൊക്കെയാണ് കാണാറുള്ളത്. എന്ത് ന്യായമാണ് മയ്യത്ത് പെട്ടിയിലാക്കി വിമാനം കയറ്റിവിടാൻ മതപരമായി നമുക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മൃതദേഹത്തോടും അനാദരവ് കാട്ടരുത്. ഓരോ പ്രവാസിയും തങ്ങളുടെ കുടുംബത്തോട് വസീയത്ത് ചെയ്യട്ടെ, ഞാൻ മരണപ്പെടുന്നിടത്ത് തന്നെ മറമാടണമെന്ന്. ആൽക്കഹോൾ കയറ്റിയ ശരീരവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണ് ആഗ്രഹിക്കുക? ഈമാനോടുകൂടി മരിച്ചു കുളിച്ച് സുഗന്ധം പൂശിയല്ലേ നാം യാത്രയാകേണ്ടത്? മദ്യം കുത്തിക്കയറ്റിയാണോ? എല്ലാവരും ചിന്തിക്കുക. വികാരപരമായ എല്ലാ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇത് പരലോക യാത്രയുടെ പ്രശ്നമാണ്. ഇനി ഒരു മയ്യത്തും പെട്ടിയിലാക്കി കൊണ്ടുപോകരുത്. പ്രവാസത്തിലെ സംഘടനകൾ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. എല്ലാം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.